അല്ല അമ്പലത്തിൽ പോകാൻ ഇവിടെ കറി ഞാൻ സ്വപ്നം കാണും. അവിടെ എന്താ കറി? ചക്കക്കുരു മാങ്ങ. കേക്കാൻ വയ്യ. ചക്കക്കുരു മാങ്ങ. ഓ അത് പയ്യെ പറഞ്ഞാൽ മതിയായിരുന്നു. അവള് കുളിക്കണ എന്ത് കാണാനില്ല. എന്ത് അരി തിരിഞ്ഞു റേഷനരി അല്ലേ മേടിക്കാൻ നമുക്ക് നിർവാഹമുള്ളൂ. ആവശ്യമില്ലാത്ത കല്ല് കിട്ടുന്നുണ്ടോ? കല്ലൊക്കെ ഉണ്ട്. ഇപ്പൊ പണ്ടത്തിനേക്കാളൊക്കെ ഭേദം കിട്ടാ. പക്ഷെ കല്ല ആകെ പ്രശ്നമാടാ ചെറുക്കാ. ഓ നീ എന്നാ മിഷിന്റെ ബോർഡ് മാറ്റി തന്നില്ലേ? അതൊരു വിധത്തിൽ തയ്ച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ അതിന്റെ വീലൊടിഞ്ഞു. അത് വല്ല വെൽഡിങ്ങിന് കൊടുക്ക. അതിന് വെൽഡ് ചെയ്യാൻ പറ്റില്ല. എന്തോ എന്താണ്ടൊരു സാധനം വെൽഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് അർത്ഥം. അല്ല വെൽഡ് ചെയ്യാൻ കൊണ്ടു കൊടുക്കണം. അത് ഇരുമ്പല്ല. അങ്ങനത്തെ എന്താണ്ടും സാധനം ആയതുകൊണ്ട് വെൽഡ് ചെയ്യാൻ പറ്റൂല. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല. അത് ഉണ്ടായിരുന്നോണ്ടാ കഞ്ഞി കുടിച്ച് പോയിക്കൊണ്ടിരുന്നത്. ലീറ്റോനെ കാണിച്ചു കൊടുത്തപ്പോഴത്തേനും കാണിച്ചിട്ട് ഒരു പോക്ക്. ഞാൻ എന്തോ അല്ലടാ, നിനക്ക് ലോൺ എടുത്തിട്ട് ഒരു പുതിയ മെഷീൻ മേടിച്ചിടാൻ പറ്റുമോ? കാര്യമായിട്ട് വെച്ചാടാ, ഒരു നിവൃത്തിയില്ലടാ എനിക്ക്. ഒരു നിവൃത്തിയില്ലാതെ ഞാൻ ഇരിക്കുന്നത്. നിനക്കെന്താ നിവൃത്തിയായിട്ട്? നിനക്ക് മാസാമാസം ശമ്പളം കിട്ടണില്ലേ? ഗവൺമെന്റ് ജോലിയില്ലേ? ഞാൻ പൈസ എങ്ങോട്ട് വേണമെന്നല്ലോ നിനക്കറിയാമോ? ഞാൻ ഒരു കാര്യം ചെയ്യാം. എനിക്ക് എന്ത് ചെല്ലണമെന്ന് നിനക്ക് അറിയണം അല്ലേ? എനിക്ക് കിട്ടുന്ന മാസ ശമ്പളം നിനക്ക് തരാം. ഈ പ്രാവശ്യം കിട്ടുന്ന ശമ്പളം നിനക്ക് തരാം. നീ എന്നിട്ട് ചിലവ് കാണിച്ചു തരണം എനിക്കൊന്നും. ഇനി ട്രീറ്റ്മെൻറ്റിന് എത്ര കൊടുക്കുന്ന അറിയാമോ? ലക്ഷങ്ങളാണ് പോണത്. ഒരുപാട് പൈസയാവോ? പിന്നെ നീ എന്ത് പറയുന്നത്? അവിടെ ചെക്കപ്പ്, ഇവിടെ ചെക്കപ്പ്, അത് കൊണ്ടുവിട്, ഇത് കൊണ്ടുവിട്. എന്നിട്ട് വട്ടം കറക്കുകയല്ലേ മനുഷ്യനെ ഇട്ടിട്ട്. അതിനിടെ പിന്നെ ലോണുണ്ട്, അവിടെ ശമ്പളം പിടുത്തമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് കിട്ടുന്ന കപ്പിച്ചല്ലേ ഉള്ളൂ. ഇതിനിടെ നീ ഒരു അത്യാവശ്യം ചോദിക്കും തരണേ എനിക്ക്. ഞാൻ എവിടെ നിന്നിട്ട് ഒപ്പിക്കുന്നത്? അങ്ങനെ നിനക്ക് കടമുണ്ടെങ്കിൽ അത് വേഗം തീർക്കുന്ന. എങ്ങനെ? നീ ഒരു കാര്യം ചെയ്യും, വേറെ ആരും അറിയണ്ട. ക്ലീറ്റോനോടൊന്നും പറയണ്ട. അമ്മേനോട് പറഞ്ഞിട്ടേ നമ്മുടെ അവിടുത്തെ പറമ്പിന്റെ എന്തെങ്കിലും ഇച്ചിരി സ്ഥലം വിറ്റിട്ട് കടം തീർക്കാൻ നോക്ക്. കടം വെച്ചോണ്ടിരിക്കല്ലേട്ടാ കനക. അത് നടക്കുന്നില്ലേ? ചുമ്മാ ആവശ്യമില്ല. ഇവിടുത്തെ കടം കൂട്ടാന്നല്ലാതെ അതിനകത്ത് വേറെ മാർഗമൊന്നുമില്ല. എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കുറച്ച് പൈസ അവിടെ എന്തെങ്കിലും കിട്ടിയെങ്കിലേ ഒരു ഫാൻസി കടയോ അങ്ങനെ എന്തെങ്കിലും കട തുടങ്ങിയെങ്കിൽ നമുക്കൊരു ഫാൻസി സ്റ്റോർ. ശരി, അങ്ങനെയാകുമ്പോൾ നമുക്ക് ക്ലീറ്റോനെ ഇരുത്തുകയും ചെയ്യാം. എന്നെ ജീവിക്കാൻ നീ സമ്മതിക്കില്ല. അവനവിടെ ഇരുത്തിയാൽ അവൻ മര്യാദയ്ക്ക് അവിടെ ഇരിക്കുമോ? ഇല്ല. അവൻ ആദ്യം പറയാൻ ഭയങ്കര ഡയലോഗാണ്. ഞാൻ ഇവിടെ ഇരിക്കേണ്ടവനല്ല, ഞാൻ മറ്റിടത്ത് ഇരിക്കേണ്ടവനാണ്. നിനക്ക് വേണ്ടി അവിടെ ഇരിക്കാം, പക്ഷേ എനിക്ക് മാസം ഇത്ര ശമ്പളം വേണം, എനിക്ക് അത് വേണം, ഇത് വേണം എന്നൊക്കെ പറയാം. അതൊക്കെ നമുക്ക് സഹിക്കാം. മൂന്നിൻ്റെ അൻസാറും മറ്റേ നടരായനൊക്കെ അവിടെ വന്നിരിക്കും. പാർട്ടി മീറ്റിംഗ് അവിടെ ആയിരിക്കും. നമ്മളൊരു കാര്യം നടത്തുമ്പോൾ, ഒരു കട നടത്തുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കണം. ഇല്ല ആളുകൾ പറ്റിച്ചോണ്ട് പോകും. അന്ന് വേണ്ട ക്ലീറ്റോനെ എത്തണ്ട. നീ ഒരെണ്ണം തുടങ്ങുന്ന വേഗം. നിനക്ക് മറ്റേ നിങ്ങളുടെ എന്താണ്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലോൺ കിട്ടുമല്ലോ. ഒരു ലോണൊക്കെ കിട്ടും. പിന്നെ അത് അടച്ചിരുന്നാലും അടുത്ത് കിട്ടുള്ളൂ. അടച്ചില്ലടി. ഇല്ല, നിങ്ങളെല്ലാം എൻ്റെ അടുത്തൊന്നും ഇല്ല ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ കൂടെ നിങ്ങളുടെ അടുത്ത് ഇല്ലെന്ന് പറയണമെന്ന് വിചാരിച്ചാണ് പറയാതിരിക്കുന്നത്. എന്തെങ്കിലും കുറച്ച് പൈസ കിട്ടിയെങ്കിൽ വല്ല കടമെല്ലാം തുടങ്ങായിരുന്നു. പക്ഷെ അത് നടക്കുകയില്ല. ടെൻഷൻ അടിക്കണ്ട, അതിനൊക്കെ കിട്ടും. ചക്കക്കുരു മാങ്ങൻ തരട്ടെ? ചോറുണ്ണാൻ ചക്കക്കുരു മാങ്ങൻ തരട്ടെ? നോക്കട്ടെ, ഇവിടെ കറി ഇല്ലെങ്കിൽ ഞാൻ പറയാം. നീ കഴിച്ചാ? കഴിക്കാം. വരുവായിരിക്കും, ഞാൻ നോക്കിയിരിക്കാം. അപ്പൊ നിങ്ങള് കഴിച്ചോ? കറി വേണേ ചോദിക്കാമേ. എവള് എത്ര നേരം കുളി തുടങ്ങിയിട്ട്? 3 മണിക്കൂറായാ? സൗന്ദര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പാവം, ആരെയും ടെൻഷൻ അടിപ്പിക്കണ്ടെന്ന് വിചാരിച്ച അവൻ ഒറ്റയ്ക്ക് അങ്ങ് ടെൻഷൻ അടിക്കുക. ഇതെല്ലാം ഇടുന്ന ആശയം. ഞാനാണെങ്കിൽ 24 മണിക്കൂർ അവരോട് പൈസ വയ്ക്കും. എവിടുന്ന്? ചേച്ചി ലോട്ടറി വേണോ? എല്ലാ ലോട്ടറിയും ഉണ്ട്. വേണ്ട ചേച്ചി, ഒരു ലോട്ടറി അടി ചേച്ചി. ഉറപ്പായിട്ട് അടിക്കുവോ? കൊള്ളാം, എത്രയോ പേർക്ക് അടിച്ചിരിക്കുന്നു. ചേച്ചിയെ കറക്റ്റാ കണ്ടാ അറിയാം. ഭാഗ്യം തെളിഞ്ഞു നിൽക്കുക. അത് ശരിയാ, നല്ല ഭാഗ്യത്തിൽ നിൽക്കപ്പ ഞാൻ. ചേച്ചി ഒരു എന്താ ലോട്ടറിക്ക് എന്താ വില? ചേച്ചി പറ ചേച്ചി, വാ ചേച്ചി, അത് ലോട്ടറി ഒന്ന് കാണും. പൈസ എന്താന്ന് പറയും. പല വിലക്ക് ഉണ്ടെന്നേ. വാ ഐശ്വര്യമായിട്ട് രാവിലെ വെറുതെ നോക്കാം. എന്തോ ചേച്ചി? എടുക്കാനൊന്നുമല്ല, വെറുതെ നോക്കിയോ. നോക്കുന്നതിന് ആർക്കും പൈസ കൊടുക്കണ്ടല്ലോ. സ്ത്രീ ശക്തിയുടെ ലോട്ടറി ഉണ്ട്, ജനശക്തിയുടെ പല ലോട്ടറി ഉണ്ട്, ബമ്പറുണ്ട്.
അത് ഐശ്വര്യമായിട്ട് നോക്കി ചേച്ചി. വാ. എത്ര കൊറേ ടിക്കറ്റ് ഉണ്ടല്ലോ. ഒരുപാട് ടിക്കറ്റ് ഉണ്ട്. ഇത് 2 കോടിയൊക്കെ ഉണ്ടോ? ആ പിന്നെ അതിന് എത്ര രൂപ? 200 രൂപ. 200 രൂപ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ കൊച്ചിന്റെ 1 മാസത്തെ സ്കൂൾ വണ്ടിയുടെ ഫീസ്. ചേച്ചി ഈ ടിക്കറ്റ് എടുത്ത് അടിച്ചാൽ ചേച്ചിക്ക് 10 മാസത്തെ പൈസ ഒരുമിച്ച് കൊടുത്തൂടെ? ഇല്ല, ക്ലീറ്റോ പുറത്തുപോയി. ചേച്ചി ടിക്കറ്റ് എത്ര രൂപ? ഇതിന് എത്ര രൂപയാന്നേ? ചേച്ചി പല വിലക്കുള്ളതുണ്ട്. ചേച്ചിക്ക് ഏത് വേണം? 10 രൂപയുടെ ഉണ്ടോ? അയ്യോ എന്റെ പൊന്ന് സഹോദരി, ഏറ്റവും കുറഞ്ഞത് 30 രൂപ. 30 രൂപ കുറഞ്ഞ ടിക്കറ്റ് ഇല്ല. ഇഷ്ടമുള്ള ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ചേച്ചി ടിക്കറ്റ് എടുത്ത് ക്ലീറ്റ് എടുത്ത് പൈസ ഞാൻ മേടിച്ചോളാം. അതൊന്നും വേണ്ട. എന്നാ ഞാനൊന്ന് നോക്കട്ടെ. അടിക്കുന്ന ടിക്കറ്റ് തന്നെ. അടിക്കുന്ന ടിക്കറ്റ് അങ്ങനെ എടുത്തിട്ടില്ല ടിക്കറ്റ്. ആദ്യമായിട്ടല്ലേ എടുക്കണേ? ഉറപ്പായിട്ട് അടിക്കും. ഓടി വാ, പൈസ എടുത്തോണ്ട് വാ. ഏത് സ്ത്രീശക്തി മതിയോ? അങ്ങനെ ഒരു കച്ചവടം നടന്ന ഭാഗം. ഓടി വാ ചേച്ചി, പോയിട്ട് ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. പൈസ എടുക്കട്ടെ. ചേച്ചിക്ക് ഒരു ഭാഗ്യം, എനിക്കും ഒരു ഭാഗ്യം. ചേച്ചിക്ക് ഏത് സംഖ്യ വേണമെന്ന് പറഞ്ഞ? ഒറ്റ സംഖ്യ വേണം. ഒറ്റ സംഖ്യ ഇതിന്ന് മതിയല്ലോ. ആ സ്ത്രീശക്തി ഇല്ലേ വേണ്ടേ? ഏറ്റവും 30 രൂപ ഇതേ ഉള്ളൂ. 2 4 6 കായ് കൊടുക്കൊക്കെ പൊട്ടിച്ചല്ലേ? അല്ല, 2000-ന്റെ ഇരിക്കണതേ. അപ്പൊ ചില്ലറ ഞാൻ തരാം. അല്ല, അത് മാറണ്ടെന്ന് വിചാരിച്ചാ. അടിക്കണതാണോ? അടിക്കും, ഉറപ്പായിട്ട് അടിച്ചിരിക്കും ടിക്കറ്റ്. 10 രൂപ 30 രൂപ തന്നിട്ടുണ്ടേ. കണക്ക് കഴിഞ്ഞേ. അപ്പൊ അടിച്ചാ എന്നെ കാണണം കേട്ടോ. അല്ല, ഇത് എവിടെ നിന്ന് കിട്ടും പൈസ? ആരോട് ചോദിക്കുന്നത്? എന്നോട് ചോദിച്ചാൽ ഞാൻ തരാന്നേ. അല്ലേ രാവിലെ ബാങ്കിൽ കൊണ്ടു കൊടുത്താൽ ഉറപ്പായിട്ടും കിട്ടും. 60 ലക്ഷം രൂപ അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നോട് ചോദിച്ചാൽ മതിയോ? വേണ്ട, അത് ബാങ്കിൽ കൊണ്ടു കൊടുക്കണം. 5 10 അടിച്ചാൽ എൻ്റെ അടുത്ത് വരും, ഞാൻ തരാം കേട്ടോ. പൊക്കോട്ടെ, ഒന്നുകൂടെ എടുക്കണം. അയ്യോ വേണ്ട വേണ്ട. ആ എൻ്റെ ഭഗവാനെ, ഇതൊന്ന് അടിച്ചേക്കണേ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു ലോട്ടറി എടുക്കണതാ. അറിയാമല്ലോ എൻ്റെ കാര്യങ്ങൾ. ഇതടിച്ചിട്ടുണ്ടെങ്കിൽ മലയാറ്റൂർ മല അടുത്ത 4 വർഷത്തേക്ക് ക്ലീറ്റോ കുരിശ് ചുമന്ന് മുടങ്ങാതെ കയറും. എൻ്റെ ഉറപ്പാണ്. ഞാൻ എന്തായാലും ക്ലീറ്റോനെ കൊണ്ട് മല ചവിട്ടിപ്പിച്ചോളാം. ഹലോ, ഈ ക്ലീറ്റോ എന്ന് പറയുന്ന ആരാണ്? ഈ ഞാൻ തന്നെയാണോ? ഓഹോ, അങ്ങ് തീരുമാനിച്ചു 4 കൊല്ലം എന്നെ കൊണ്ടങ്ങ് മല ചവിട്ടിക്കാന്ന് കുരിശും ചുമന്നല്ലേ? ക്ലീറ്റോ, നമുക്ക് ലോട്ടറി അടിക്കാൻ വേണ്ടി. ലോട്ടറി അടിക്കാൻ? അതെ, കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ഞാൻ കുരിശ് ചുമന്നുകൊണ്ട് നടക്കുന്ന ആളാ. ഇനി പുതിയതായിട്ട് എന്നെ കുരിശ് ചുമന്ന് മലയാറ്റൂർ കയറ്റേണ്ട കാര്യമില്ല കേട്ടോ. എന്ത് പറഞ്ഞാലും അങ്ങോട്ട് മുടക്കിക്കൊള്ളണം. ഒരു നല്ല കാര്യവും നിങ്ങളുടെ വായിന്ന് വരരുത് ക്ലീറ്റോ. പിന്നെ ലോട്ടറി എടുത്തിട്ടുണ്ട് അടിച്ച് ഇപ്പം അങ്ങ് അടിക്കുപടി. നിങ്ങളൊന്ന് സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഇങ്ങനെയുള്ള വർത്താനം പറയാതിരിക്കോ. ഞാൻ എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ട് എടുത്തതാ. 10-13 വയസ്സായി അവക്ക്. ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നാളെ തന്നെ കെട്ടിക്കാലോ അല്ലേ? അതെന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. നിങ്ങളെ കൊണ്ട് എന്തിനു പറ്റും? ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ലാത്ത മനുഷ്യൻ. നനഞ്ഞ് ഏറി പടക്കാൻ പോലത്തെ ഒരു സാധനം. സാഹിത്യ ഭാഷകളൊക്കെ കിട്ടി തുടങ്ങിയില്ലേ? ഓ, പിന്നെ മോളെ കെട്ടിക്കണമെങ്കിലേ തന്ത ആരാന്ന് ചോദിക്കുമ്പോൾ അവിടെ എവിടെയെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ എന്നെ ഒന്ന് അങ്ങോട്ട് നിർത്തിക്കണം കേട്ടോ. ഓ കഷ്ടം. എടി കഴുത, ഈ പൈസ ഉണ്ടായിരുന്നെങ്കിൽ വേണ്ട. എത്ര രൂപ ടിക്കറ്റിന്? എത്ര രൂപ? 30 രൂപ. 30 രൂപ ഉണ്ടെങ്കിൽ അന്തസ്സായിട്ട് ഇതിൽ ഒന്നുകൂടെ ഉജാലയൊക്കെ മുക്കി ഇച്ചിരി പശയൊക്കെ വാങ്ങിച്ച് മുക്കി ഈ ഷർട്ടും ഇത് വൃത്തിയായിട്ട് ഇവിടെ സൂക്ഷിച്ചുകൂടായിരുന്നോ? എന്നിട്ട് എന്തിനു റോട്ടിൽ കൂടി അതിട്ടുണ്ട് വടി പോലെ നടക്കാൻ വേണ്ടിയിട്ടല്ലേ? വില പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ. റോട്ടിൽ കൂടെ നടക്കുമ്പോഴേ 10 ആൾ കാണുമടി, ഒരു ഗമയുണ്ടാവുമായിരുന്നു. ഇതിപ്പോൾ ഈ കാശ് അടിച്ചില്ലാക്കി പോയിന്ന് എൻ്റെ കാര്യം തീരുമാനം. പൊക്കോട്ടെ, എൻ്റെ കയ്യിൽ നിന്ന് വെച്ചാൽ 30 രൂപയല്ല, അത് പൊക്കോട്ടെ. അപ്പോൾ അതിന് ഒരു പ്രശ്നമില്ല. അങ്ങനെ അനാമത്തായിട്ട് ചിലവാക്കണേന്. ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പൈസ ചോദിച്ചാൽ എന്താ നിങ്ങളുടെ പ്രശ്നം? മലയാറ്റൂര് മല കയറാൻ പറ്റൂലെങ്കിൽ വേണ്ട, ഞാൻ കയറിക്കോളാം. 10-60 ലക്ഷം രൂപ കിട്ടുന്ന കാര്യം അത് ചെയ്യാൻ പറ്റൂല. ഒരു മല വീണ്ടും ഒരു മല കയറുന്നു. എനിക്ക് ചിരിയൊന്നും വരില്ല. എനിക്ക് ചിരി വരണത്. ഫസ്റ്റ് പ്രൈസ് അടിക്കണമെങ്കിൽ എന്നെ കൂടെ കൂട്ടണം കേട്ടോ. അന്നേരം വാ, ഫസ്റ്റ് പ്രൈസ് അടിക്കുമ്പോഴത്തേനും തങ്കം കുങ്കും ഒന്നും വിളിച്ചോണ്ട്. കൂട്ടിയില്ലെങ്കിൽ ഞാൻ ചാടി കയറും. അപ്പൊ തള്ളി താഴ്ത്തിടിച്ചു നോക്കി. ഇപ്പൊ അടിക്കും നോക്കിയിരുന്നോ? എന്ത് കാര്യം നല്ലത് പറഞ്ഞോട്ടെ, അപ്പ വായിന്ന് മുടക്കേ വരുള്ളൂ. എന്താട്ടോ ഇത്ര വലിയ ആലോചന? ഊണ് കഴിച്ചപ്പോഴും ഞാൻ ശ്രദ്ധിച്ച്. എന്ത് പറ്റി? അല്ല, ഇങ്ങനെ ഓരോ കാര്യം ആലോചിക്കാം.
പെട്രോളിന് വില കൂടുന്നു, പച്ചക്കറിക്ക് വില കൂടുന്നു, എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുന്നു. അതിന് നമ്മളെ ചെറിയ ജോലി കൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റൂല. അവസാനം സൈഡ് എന്തെങ്കിലും തുടങ്ങിയില്ലെങ്കിൽ വേറെ മാർഗമില്ല. ഇതിന്റെ ഇടയിൽ കൂടെ ഇനി സൈഡായിട്ട് എന്ത് ചെയ്യാനാ? ഇപ്പം കുഴപ്പമില്ല, ഇപ്പം നമ്മൾ രണ്ടുപേരെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. കൊച്ചക്കായ പിന്നെ എന്ത് ചെയ്യും, ചിലവ് കൂടൂലേ? ഏട്ടാ അത് കൊച്ചാവുന്ന സമയത്തല്ലേ. ഇപ്പൊ നമ്മൾ ഇത്രയും പേരല്ലേ ഉള്ളു, ഇപ്പൊ എന്ത് ചെലവ് വരാനാ? അങ്ങനല്ല, നമ്മുടെ ഇപ്പം ഫാസിലിൻ്റെ ഒക്കെ കണ്ട, ഫാസിലിനാണെങ്കിൽ അവൻ്റെ അപ്പൂപ്പൻ്റെ ഒരു ഷെയർ കിട്ടി 20 ലക്ഷം രൂപ. ആ അത് അതിൻ്റെ പലിശ കിട്ടിയാൽ മാത്രം മതി, സന്തോഷമായിട്ട് ജീവിച്ചു. നമുക്ക് അപ്പൂപ്പനും ഇല്ല, അമ്മമ്മയും ഇല്ല, ആരുമില്ല. അതെ, നമ്മൾ വല്ലവരും തരുന്ന നോക്കിയിട്ടല്ല ജീവിക്കേണ്ടത്. നമുക്ക് കിട്ടുന്നത് കൊണ്ട് സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം. അങ്ങനെ ജീവിക്കാൻ പഠിക്കണം. എന്താ അടിപൊളി, ഭയങ്കര ബുദ്ധിയാണല്ലേ എനിക്ക്. എനിക്കല്ലേലും ഭയങ്കര ബുദ്ധിയൊക്കെ തന്നെ. ഏട്ടനെ കെട്ടിക്കഴിഞ്ഞപ്പോഴേ എന്റെ ബുദ്ധി കുറച്ച് കുറഞ്ഞു. എന്താ കിടക്കാം. ജമന്തി ഡീ ആ വന്നേ ആ പത്രം എടുത്തേ. എന്താ വേഗം കൊണ്ടുപോ അങ്ങോട്ട്. എന്താ ലോട്ടറി എടുത്താ? ഇതൊക്കെ വെറുതെ കാശ് പോണ കാര്യാട്ടാ. നീ ഒന്ന് നോക്കിയാ മതി. നോക്കട്ടെ, മനുഷ്യരുടെ കണക്കിന് നേരം കൊടുത്തു. എവിടെയാണാവോ? ഇല്ലേ? അയ്യോ എന്നെ പറ്റിച്ചോ? അതേ കിടക്കുന്നു. സ്ത്രീ ശക്തി 60 ലക്ഷം രൂപ. 60 ലക്ഷം. നമ്പർ പറയട്ടെ? 29 72 66. പതുക്കെ പറ. 29 7266. ഒന്നുകൂടെ പറഞ്ഞു. 29 72 66. നാത്തൂനെ ഈ നമ്പറിനാ ഫസ്റ്റ് അടിച്ചേക്കുന്നത്. 297266 60 ലക്ഷം. 7266 നോക്കിയേ. എന്റെ ദൈവമേ, 60 ലക്ഷം. നാത്തൂനെ നാത്തൂനെ അയ്യോ എഴുന്നേക്ക് നാത്തൂനെ. അയ്യോ നാത്തൂനെ, എന്തിനാ നാത്തൂനെ കരയുന്നത്? അപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്. നാത്തൂന്റെ കഷ്ടപ്പാടൊക്കെ മാറത്തില്ലേ? ഞാൻ ഹംസയുടെ കടയുടെ അവിടെ എത്തിയപ്പോൾ ലോട്ടറിക്കാരൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, 1ാം സമ്മാനം ഇവിടെ അടിച്ചിട്ടുണ്ട്, ഞാൻ കൊടുത്ത ടിക്കറ്റ് ആർക്കാന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളിലെ ഇത് അറിഞ്ഞപ്പോ തന്നെ ഇവിടെ ഒരാൾ തലയിറങ്ങിയൊക്കെ വീണ്. അയ്യോ, എവിടെ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഒന്ന് തലപറ്റി, പിന്നെ പറ്റില്ലല്ലോ. എന്തായാലും കർത്താവ് നമ്മളെ പ്രാർത്ഥന കേട്ട്. ഇനിയിപ്പോൾ ഞാൻ 4 അല്ലടി 40 വട്ടം വേണമെങ്കിലും മലയാറ്റൂർ കുരിശും കൊണ്ട് കയറും. കുരിശാണ് നിന്നെയും കൂടെ തോളിലെടുത്തോട്ട് കയറുന്നേക്കാം. അയ്യോ വിളിക്കാം, കൊച്ചിനൊക്കെ വിളിക്കാം. കേട്ടോ, ഇതാണ് കർത്താവ് ഞങ്ങൾക്ക് കൊണ്ടുവന്ന അസൗഭാഗ്യം. ഇല്ലല്ല, ഇതിപ്പോ തന്നെ ഒരുമാതിരി കുതിർന്നിരിക്കുക. അമ്മാവാ ഇരിക്കട്ടെ. ഇത് എത്ര ഇപ്പം ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് വിശ്വാസം വരില്ല. ജമന്തി ഇവനെ വിളിച്ചു പറഞ്ഞു, ഇവൻ നേരെ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ 2 വാഴത്തൈ വെക്കായിരുന്നു, അത് അവിടെ ഇട്ടിട്ട് ഒറ്റ വരവാകട്. ഇന്ന് രാത്രി നമുക്ക് അടിച്ചു പൊളിക്കണം അവിടെ. കഷ്ടപ്പാടൊക്കെ മാറുമല്ലോ. പിന്നെ ഈ ടിക്കറ്റ് ഇങ്ങനെ സൂക്ഷിച്ച് കയ്യിൽ വെക്കരുത്, ബാങ്ക് കൊണ്ട് നമ്മൾ ഇടണം. എന്നോന്ന് അമ്മാവാ, ഇതൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമാണോ? നമ്മള് ലക്ഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകളല്ലേ. മതി മതി, എന്തായാലും ഇനി ഇവനെ കൊണ്ട് ശല്യം ഉണ്ടാവില്ല, അങ്ങോട്ടും ഉണ്ടാവില്ല. അളിയനും ഇപ്പൊ സുക്രദശ. ഏട്ടൻ ഇന്ന് രാത്രിയും കൂടെ പറഞ്ഞതേ ഉള്ളു, ഈ ചെറിയ ജോലി കൊണ്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഒരു ചെറിയ കടയോ എന്തെങ്കിലുമൊക്കെ തുടങ്ങണമെന്ന്. അപ്പൊ ഇതിന്ന് കുറച്ച് പൈസ കിട്ടിയാ കട തുടങ്ങാല്ലേ ഏട്ടാ? ശരി, ഒരു ചെറിയ ഫാൻസി കട തുടങ്ങാറുണ്ടല്ലേ? അങ്ങനെ തുടങ്ങാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ അങ്ങനെയോടെ വരുമാനമാകുമല്ലോ. പിന്നെ വരുമാനമാവും. പക്ഷെ അമ്മാവ് ഇരിക്കേണ്ടി വരും. പിന്നെ ഞാൻ ഇനി നിങ്ങളുടെ എല്ലാ ബിസിനസ്സിനും ഇറങ്ങി പുറപ്പെടല്ലേ? കാരണം എനിക്കിരിക്കാൻ പറ്റില്ല, ജോലിയുള്ളതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 4-5 ലക്ഷം റുപ്യ കൊടുത്ത് സഹായിക്കും. കടമായിട്ട് തന്നാ മതി. ഒരു ചെറിയ ഒരു വരവ് കൂടെ ആവുമല്ലോ. അപ്പൊ നമ്മളൊരു കട തുടങ്ങി കഴിഞ്ഞാൽ അത് വരുന്നതനുസരിച്ച് ഞാൻ തന്നോളാം തിരിച്ച്. കൊള്ളാം. എൻ്റെ അളിയാ, നിനക്ക് എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞു?
ഒരുത്തൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവൻ ഇവിടെ ഇട്ട് ചവിട്ടി ചതച്ചരച്ച് ചാപ്പിളിയാക്കി അവൻ്റെ നക്ഷത്രക്കാലം ഇവിടെ കിടന്നിട്ട് അവനൊരു സൗഭാഗ്യം വന്നപ്പോൾ അത് അവന് കൊടുക്കണമെന്നല്ല, ഞങ്ങൾക്ക് നന്നാവണം, ഞങ്ങൾക്കൊരു ബിസിനസ് ചെയ്യണം, ഞങ്ങൾക്ക് അവിടെ അത് കട വേണം, ഫാൻസി വേണം. എങ്ങനെയാണേ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കാമെന്ന്? കഷ്ടമാണ് കേട്ടോ അമ്മാവ ഇത്. അല്ലടാ, ഇത്രയും വലിയൊരു തുകയെന്ന് 4-5 ലക്ഷം ഉറുപ്പിയല്ലേ ചോദിച്ചുള്ളൂ. 4-5 ലക്ഷം എന്ന് പറയണത് അത് ലക്ഷമാണ്. തങ്കം, ഇവിടെ നിന്ന് മാറേണ്ടി വരും കേട്ടോ. എനിക്കിപ്പോൾ തന്നെ ഇത് നേരത്തെ താല്പര്യമില്ല ഇവിടെ ഇങ്ങനെ കൂട്ടത്തോടെ കിടക്കണത്. എന്ന് ശരിയാവില്ല. എത്ര കാലം എന്ന് പറഞ്ഞ് ഇങ്ങനെ കൂട്ടത്തിൽ കിടക്കും? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നമ്മളെന്തിനു മാറണം? ഒരു കാര്യം ചെയ്യും, നിനക്ക് പൈസയ്ക്ക് എന്താ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ടല്ലോ, അമ്മാവനും അമ്മയൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് ന്യായമായിട്ടൊരു വില പറ, ഞാനത് വിലയ്ക്ക് എടുത്തോളാം. എന്നിട്ട് നിങ്ങൾ ഈ വീട് എന്നിട്ട് നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ സൗകര്യം പോലെ ഒരു കടയൊക്കെ ഉള്ളതെങ്കിലും ഒരു കൊച്ചു വീട് നോക്കിയിട്ട് ഒറ്റയ്ക്കോ വിലയ്ക്കോ വാടകയ്ക്കോ അങ്ങനെ വെച്ചാൽ അങ്ങോട്ടങ്ങ് മാറിക്കോ. ബിസിനസ് ചെയ്യാലോ, അമ്മാവനെ അവിടെ ഇരുത്താലോ. നീ എന്തായി പറയണേ? മലയാളം എന്ത് എന്നോട് ആര് പറഞ്ഞു പൈസ വയ്ക്കാൻ? ഞാൻ പറഞ്ഞു അതിന് ക്ലീറ്റോ ചേട്ടൻ നല്ലല്ലോ ലോട്ടറി അടിച്ചത്. നാത്തൂനല്ലേ? ഏട്ടന്റെ പേര് കാശുള്ളപ്പോ നാത്തൂന് കൊണ്ട് കൊടുക്കുമല്ലോ. അപ്പൊ നാത്തൂന് കുറച്ച് കാശ് കിട്ടുമ്പോ ഏട്ടനും തരണ്ടേ? ഞാൻ കൊടുക്കുന്ന എൻ്റെ ഇഷ്ടം. അവള് തരണ വേണം തീരുമാനിക്കുന്ന അവളാണ്, ഞാനല്ല. എടി ഇങ്ങോട്ട് വരാൻ. നീ കഴിഞ്ഞേ, നീ എടുക്കടി. നൂത്ത് പിടിച്ച കൈ അപ്പുറത്തെ കണ്ട് നൂത്ത് പിടിച്ചാൽ നൂത്ത് പിടിക്കടി അങ്ങോട്ട് കൈ. ഇങ്ങോട്ട് തിരിഞ്ഞേ, ഇങ്ങോട്ട് തിരിഞ്ഞേ, ഇങ്ങോട്ട് തിരിഞ്ഞേ, അങ്ങോട്ട് തിരിയേ. ആ കൈ നൂത്ത് വെക്കേ. കറക്റ്റ്. ഓ ഇച്ചിരി പ്രശ്നം വരും. ഞാൻ കാർ പോർട്ട് ഇവിടെ ആക്കാന്നുള്ള പരിപാടിയാണിത്. മേടിച്ചു കഴിഞ്ഞാലേ ഒരു പഴയ ബെൻസ് അവിടെ എടുത്ത് നോക്കിയിട്ടൊക്കെ എൻ്റെ വർഷക്കാലത്ത് ആഗ്രഹമാണ് ഒരു ബെൻസ് ഇവിടെ കൊണ്ടിടണം. തീരുമാനം എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് പറയണം. എന്ത് തീരുമാനം? അതിനിടയ്ക്ക് അതും പറഞ്ഞ അളിയാ. എൻ്റെ അളിയാ, ഈ വീടിൻ്റെ കാര്യം. ഈ വീട് കൊടുക്കണോ വേണം ഞാനാ തീരുമാനിക്കുന്നത്. നീ തീരുമാനിച്ച് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. 4 ചക്കര എവിടെ കിട്ടുന്നത് എൻ്റെ അടുത്ത് ആളാവാമല്ല നീ. പണി അസൂയ അസൂയ എടീ തങ്കം, ഇത് അസൂയാണ്, വേറൊന്നുമല്ല. നീ വാ നീ എന്തിനു കരയണത്? ഞാൻ ഓർണം തന്നുണ്ടല്ലോ, ചുമ്മാ കരയല്ലേ, സന്തോഷ കണ്ണീരാണ്, എനിക്കറിയാം. അമ്മാവാ വൈകുന്നേരം പാർട്ടിയുണ്ട്. അടിയാ എങ്ങും പോകരുത്, ഇവിടെ കാണണം കേട്ടോ. അയ്യോ ഒന്ന് ചിരിക്കടി, നീ ഇങ്ങനെ വിഷമിക്കല്ലേ, വാ അങ്ങോട്ട്. വാ 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 സന്തോഷമായി. കാരണം നമ്മുടെ കുടുംബത്തില് ഭാഗ്യം കൊണ്ടുവന്ന ഭാഗ്യദേവൻ. ഞാൻ പറഞ്ഞില്ലേ ക്ലീറ്റസേ, എന്റെ കയ്യിൽ നിന്ന് ചേച്ചി ടിക്കറ്റ് എടുത്താൽ അടിക്കുമെന്നുള്ള കാര്യം ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞതാ. അടിച്ചില്ലേ 10,000 രൂപ. നീ പത്രം ചൂട് 60 ലക്ഷം രൂപയാണ് അടിച്ചേക്കണത്. ഒന്നാം സമ്മാനം 60 ലക്ഷം രൂപ. എന്റെ ക്ലീറ്റസ് നമ്പർ നോക്ക് കറക്റ്റ് ആയിട്ട്. നമ്പർ ഞങ്ങൾ നോക്കിയത് തന്നെ. നീ എവിടെ നോക്കിട്ട് നീ എന്ത് നീ തന്ന ടിക്കറ്റിന് നിനക്കറിഞ്ഞൂടെ സമ്മാനം? അളിയാ അടിച്ചളിയാ, അതാണ്ടാ നോക്ക് നോക്ക് നോക്ക്. SW 2972. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് SW, അടിച്ചിരിക്കുന്നത് SJക്കാണ്. ഇതിനുള്ള പ്രോത്സാഹന സമ്മാനമാണ് ഈ ടിക്കറ്റിനുള്ള 10,000 രൂപ. അത് ചേച്ചിക്ക്. ഓക്കെ, അപ്പൊ മനസ്സിലായോ? ഫസ്റ്റ് പ്രൈസ് മറ്റേ ജുവലറിക്കാരൻ അടിച്ചു. അളിയാ, ഞാൻ എന്റെ തീരുമാനം ഉറപ്പിച്ചു. ഈ വീട് കൊടുക്കാൻ പോവാ. താല്പര്യമുണ്ടോ? Alien versus Alien.